പക്ഷേ PSCയുടെ കുറേ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ. ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സൈസ് ഇൻസ്പെക്ടർ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അതേപോലെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ, KSF-ൽ, മെഡിക്കൽ ആരോഗ്യ വകുപ്പിൽ, അതേപോലെ ടെക്നിക്കൽ കാഡറാണ് വന്നിരിക്കുന്നത്. കൂടുതൽ 100ഓളം തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇത്രയധികം നോട്ടിഫിക്കേഷൻ ഒന്നിച്ച് വരുന്നത്. അതിന് വിശദം ഈ 100ഓളം തസ്തികയുടെ പേര് നമുക്ക് കാണാപ്പാടെ ഇപ്പോൾ പറയാൻ പറ്റില്ല. അതിൻ്റെ ലിങ്ക് നമുക്ക് കുട്ടികളിലേക്ക് കൊടുക്കാം. പക്ഷേ അത് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റിയത്? ഡയറക്റ്റാണോ അതോ മറ്റേ NC ആണോ? അതേപോലെ അതിൻ്റെ ഒരു ഒന്ന് വിശദീകരണം തരികയാണെങ്കിൽ നന്നായിരിക്കും. ജനറലായിട്ട് അപ്ലൈ ചെയ്യേണ്ട തസ്തികകളാണ് കൂടുതലുള്ളത്. പ്രധാനമായും നേരത്തെ പറഞ്ഞ ഫോറസ്റ്റ് ഓഫീസറും എക്സൈസ് ഇൻസ്പെക്ടറൊക്കെ തന്നെ ജനറലായിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്, അത് യൂണിഫോം തസ്തിക ആയതുകൊണ്ട്. മാത്രമല്ല മറ്റ് ടെക്നിക്കൽ തസ്തികകളിൽ അത് ജനറലുണ്ട്, സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, NCA ഉണ്ട്. അതുകൊണ്ട് അത് വിശദമായ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് നമുക്ക് അവർക്ക് അതിൻ്റെ ലിങ്ക് കൊടുക്കണമെങ്കിൽ അവർ ആർജിച്ച സാങ്കേതിക വൈദഗ്ധ്യവും അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വെച്ച് കണ്ട് അവർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. ജില്ലാ വൈസായിട്ടുണ്ട്, ഡിസ്ട്രിക്ട് വൈസ് ജനറലുണ്ട്, ഡിസ്ട്രിക്ട് വൈസും ഇതേപോലെ തന്നെ സംവരണ തസ്തികകളുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം. അത് ITക്കാർക്കുണ്ട്, ടൂൾ ആൻഡ് ഡൈയിൽ കഴിഞ്ഞവർക്കൊക്കെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ഇൻസ്ട്രക്ടറായിട്ടൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം. അത് കോമൺ ആയിട്ട് അല്ല, അത് താങ്കളുടെ യോഗ്യത അനുസരിച്ച് നമുക്ക് അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക് കൊടുക്കാം. പക്ഷേ നമുക്ക് ഇതിൻ്റെ ക്ലാസ്സൊക്കെ തുടങ്ങണ്ടേ? അല്ല, ക്ലാസ് നമ്മൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ജനറലാണല്ലോ. എക്സൈസ് ഇൻസ്പെക്ടറും ഫോറസ്റ്റ് ഓഫീസറൊക്കെ സംബന്ധിച്ചിടത്തോളം അത് ജനറലാണ്. കോമൺ ആയിട്ട് നമ്മുടെ ക്ലാസ് ആണ് അവർക്ക് വേണ്ടത്. അത് നമ്മൾ തുടരുന്നുണ്ടല്ലോ. സാങ്കേതികമായിട്ടുള്ളവർക്ക് 100% സാങ്കേതികമായ ചോദ്യങ്ങളാണ് വരുന്നത്. അവർ പഠിച്ച യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളാണ് വരുന്നത്. അതിനെപ്പറ്റി നമുക്ക് പ്രത്യേകം നിർദ്ദേശങ്ങളും ഡയറക്ഷനൊക്കെ തന്നെ അതാത് തസ്തിക നോക്കിയിട്ട് അവർക്ക് നമുക്ക് അതിലേക്ക് പ്രാപ്തരാക്കുന്ന രീതിയിൽ അവരെ ബോധവൽക്കരിക്കാൻ സാധിക്കും. മാഷ് പറഞ്ഞ കേട്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ തുടരുന്നുണ്ടല്ലോ. മതിലകം സാംസ്കാരിക നിലയത്തിൽ EVG സ്മാരകത്തിൽ MLCGയുടെ ക്ലാസ് ഉണ്ട്. എല്ലാവരും ആ ക്ലാസ്സിലേക്ക് വരിക. നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം.